ഇപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ലിവർപൂളിലുള്ള ഒരു അമ്പലത്തിലേക്കാണ്. അവിടെ പോയിട്ട് വണ്ടി പൂജിക്കുക എന്നുള്ളൊരു ചടങ്ങിനാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതായത് അവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ വേറെ ആയിരുന്നു. വണ്ടി പൂജിക്കുന്നതിന് എന്താ പറയുക, വലിയ റേറ്റൊക്കെയാണ് അവർ പറഞ്ഞത്. അത് കാരണം കൊണ്ട് അത് ചെയ്യാനൊന്നും പറ്റിയില്ല. അമ്പലത്തിൻ്റെ പേരെന്താ? അമ്പലത്തിനുള്ള വീഡിയോ എടുക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് വീഡിയോ എടുക്കാത്ത സങ്കടത്തിൽ ഇറങ്ങി. പ്രസാദം കിട്ടി. എല്ലാവരും പ്രസാദം കാണിക്കും. പത്മം കാണിക്കും. എവിടെ കാണിച്ചു? ചന്ദനം കിട്ടി. വണ്ടി പൂജിക്കണേന് വണ്ടി സ്വന്തമായിട്ട് തന്നെ പൂജിച്ചു. നമ്മൾ താക്കോൽ കൊടുത്ത് താക്കോൽ നമ്മുടെ സ്വന്തമായിട്ട് പൂജിച്ചു. ഇത് അതിൽ റോൻ്റെ വണ്ടി ഇന്നലെ ഇറങ്ങിയ സാധനം. അടുത്ത വണ്ടിയുടെ ഒട്ടിക്ക് മാറി 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 ഞാൻ പോയിക്കോട്ടെ. അത് കുഴപ്പമൊന്നുമില്ല, കൊടുത്താൽ മതി. പരിപാടി ഏകദേശമൊക്കെ ഇവിടെ സെറ്റായി. അടുത്തത് നമ്മൾ അടയ്ക്കാൻ പോണേ വെറിനെ അടയ്ക്കുക. ഓക്കെ, ഇച്ചിരി വെള്ളം തെളിക്കുന്ന വെച്ചാവോ? ഞാൻ 4000 പോണ്ടിൽ നമ്മൾ പൂജിക്കണം. നമ്മളായിട്ട് തന്നെ പൂജയൊക്കെ നടത്തും. ഇല്ലെങ്കിലും കുഴപ്പമില്ല. കൊല്ലങ്ങൾ എത്രാമത്തെ ആഴ്ച കുടിയോട്ടെ? ഇല്ല, അഡ്രസ്സില്ല. ഓക്കെ. നമ്മുടെ ഫ്രണ്ട്സ് ബെറിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോവാം. മൈൻഡൊക്കെ ഫ്രഷാക്കി എല്ലാം സെറ്റ്. അതിന്റെ പുറത്തേക്കായിട്ടാ വരാം. കാണിച്ചു തരാം, അമ്പലം കാണിച്ചു തരാം. ഇതാണ് ലൊക്കേഷൻ വരുന്നത്. ഇവിടെ തമിഴ് കമ്മ്യൂണിറ്റി സെന്റർ ലിവർപൂൾ എന്നാണ് പറയുന്നത്. അതെ, നമ്മൾ ചോദിച്ചു നമ്മളെ വണ്ടി പൂജിക്കാൻ എത്ര. നമ്മളെ ഫ്രണ്ട്സിനെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു കാറിന് 20 പൗണ്ടാ പറഞ്ഞത്. അപ്പോൾ 2 കാറിന് 40 പൗണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു ഞങ്ങൾ തന്നെ പൂജിക്കാന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ തന്നെ പൂജിച്ചു. 2022-ലാണെന്നുണ്ട്.
അടുത്തിരുന്നെല്ലാം കണ്ട് അതുപോലെ മറ്റേ കാവ്യയിൽ എൻ്റെ പഴയ സഫീറയ്ക്ക് എൻജിൻ ബ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതാണ് അതുൽ ബ്രോ, ഈ മുന്നത്തെ GLC-ലുള്ള. ആ എൻജിൻ ബ്ലോഗ് ആണെങ്കിൽ 10 വയസ്സിൽ പോകാറുണ്ടായിരുന്നില്ല. 1.8 ലിറ്ററിൻ്റെ എഞ്ചിന് 1.6 ലിറ്ററിൻ്റെ എഞ്ചിൻ ബ്ലോഗ് തന്നു. ഈ പാലം നമ്മളൊരു ഇത് വരും, എന്താ പറയുക, അണ്ടർഗ്രൗണ്ട് ടണൽ വരും. ആ ടണൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടലിൻ്റെ അടി കൂടെ പോണേ. ഓക്കെ ഓക്കെ, നോക്കാം. അടിയിൽ കൂടെ പോണ ടണലാണ്. മേളിൽ കൂടെ ടണലുണ്ട്, മലയുടെ ഉള്ളിൽ കൂടെ ടണലുണ്ട്. ഇത് നമ്മളിപ്പോ പോകുന്നത് കടലിന്റെ അടിയിൽ കൂടിയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. വെല്ലസി ടണൽ. വെല്ലസി ടണൽ എന്ന് പറയുന്നത്. കടലാണിത്, ഇതിന്റെ അടിയിലാണ് നമ്മളുള്ളത്. കടലത്തില്ലേ? അപ്പൊ ഇതെന്താണ് കവർ ചെയ്തിരിക്കുന്നത്? ഇതിപ്പോ കടലിന് തൊട്ട് മുന്നുള്ള കരഭാഗമാണ്. ഓക്കെ, കടലും കരയും കൂടി ചേർന്ന ഭാഗം. ഇത് അതിപ്പോ കടലിലേക്ക് കയറും. കയറോ? കയറിയോ? കയറി. ഓക്കെ, ഇത് കാണിക്കും. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടത് കടലിന്റെ അടിയിലൂടെയാണ്. കടലിന്റെ അടിയിൽ കൂടെയാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത്. കാണുന്നുണ്ടോ? അത് ബ്ലറാണല്ലോ. കടലിന്റെ അടിയിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കടലിന്റെ അടിയിൽ കൂടെയുള്ള ഇതൊക്കെ ഉണ്ടാക്കിയാൽ സംഭവിക്കണം. നമ്മൾ ഇതേപോലെ വേറെ എടി അടിക്കാനല്ലോ. വെയിൽസ് പോയതായിരുന്നു. ഇത് കേട്ടോ, ഇങ്ങനെ വന്നിട്ട് ഒരു കയറ്റാണ് മുകളിലേക്ക്. ഇത്ര താഴെ ഇറങ്ങിയിട്ട് ഒരു കർവ് കാര്യം. ഇത്ര താഴെ ഇറങ്ങിയിട്ട് കരത്തറ നേരം മുകളിലേക്ക്. ഇതെങ്ങനെ പണിതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ എടുക്കുക. അപ്പൊ ഗ്ലാസ്സിൽ ഭയങ്കര ഒരു കുഴപ്പമില്ല. ഫുള്ള് കാണാതിരിക്കുക. നേരത്തെ ഓടിക്കുന്ന. അപ്പൊ നമ്മൾ ഇൻഡിലേക്ക് വന്നാൽ നമ്മൾ കടല് കടന്നു ഓൾറെഡി. പുറത്ത് എക്സിറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എക്സിറ്റ് എത്തിയിരിക്കുന്നു. പിന്നെ നമ്മളില് പോകുന്നത് ഒരു ടോളിലേക്കാണ്. അത് അവിടെ ഉണ്ട് ഇല്ലേ? ടോളല്ലേ? പുറത്ത് വരുന്നത് പുറകില് കടലായിരുന്നു നേരത്തെ. കടലിന്റെ അടിയിൽ കൂടെ ആയിരുന്നു വന്നത്. ആ വ്യൂ കണ്ടോ? സ്കൈ കണ്ടോ? സ്കൈ നോക്കിയേ. നമ്മൾ ടോളിലെത്തിയിരിക്കുന്നു. നല്ല വ്യൂ. നമുക്ക് അവിടുത്തെ ടോള്. നമ്മൾ ടോളിൽ വന്നേക്കാം. നമ്മളിവിടെ പേ ചെയ്യണം. താങ്ക് യു. നമ്മൾ പേ ചെയ്തു. നമുക്ക് വേണ്ടിയിട്ട് ഗേറ്റ് ഓപ്പൺ ആക്കാം. അടിപൊളി സൂപ്പർ അടിപൊളി വ്യൂ ആയത്. സ്ട്രൈറ്റ് എവിടെ കഴിച്ചോണ്ടാ പോയത്? അത് അവരൊന്നല്ല, അത് അവരല്ലടോ. അത് ഫ്രണ്ടിലുള്ളത് മൂന്നാമത് ഏറ്റവും മുന്നിൽ LYH. എക്സിറ്റ് എടുത്തു. നമ്മുടെ കൊച്ചിയിലുള്ള ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുമ്പോൾ കാണുന്ന ആ പാലം മാറ്റൊരു പാലുണ്ട് അവിടെ. ഓ ഇത് നോക്ക്, ഇവിടെ നോക്ക്. ആ ബിൽഡിങ്ങിലേക്ക് സൂര്യൻ അടിച്ചിട്ട് ആ ബിൽഡിംഗ് നോക്ക്, ബിൽഡിംഗ് നോക്ക്.
ബാക്കിലേക്കൊക്കെ അടിപൊളി വ്യൂ. അങ്ങോട്ടാണ് ബാക്കിലേക്ക് അങ്ങോട്ടേക്ക് കിട്ടുമോന്ന് അറിയില്ല. ഈ പാലം ഉണ്ട്. ഇതാണ് മറ്റേ പോർട്ടുഗലിലേക്ക് പോകുമ്പോൾ കാണുന്ന അടുത്ത പാലം. ഇതുണ്ടോ സൂര്യൻ കത്തി ഓൾമോസ്റ്റ് നമ്മൾ റീച്ച് ആവാനായി. ആയില്ലേ 10 minutes ആയല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്റെ മോനെ അടിപൊളി വ്യൂ. GLC ബാക്കിൽ JDM പവറായി. ഓ ഇതേ കിടക്കുന്നു ഒരു GLC ഇംപ്രസ JDM. പിന്നെ ഒരു അഡാറ് സൺസെറ്റും. ഓ